അടുത്തൊരു ചോദ്യമാണ്, കുറിയുടെ സക്കാത്ത് എന്ത്? നമ്മൾ കുറി അടിച്ചു കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കണോ? അതുപോലെ നമ്മൾ ഫിക്സഡ് ആയിട്ട് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അതായത് ഒരു സ്ഥാപനത്തിൽ നമ്മൾ 1000 രൂപ വെച്ചിട്ട് എല്ലാ മാസവും ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ആ പൈസ മൊത്തം നമുക്ക് തിരിച്ചു കിട്ടുന്നു. ഇങ്ങനത്തെ പരിപാടികളുണ്ട്. അവിടെ എങ്ങനെയാണ് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത്? അതുപോലെ കട്ടുപോയ പൈസ, നമ്മുടെ വീട്ടിൽ നിന്ന് 1,00,000 രൂപ മോഷ്ടാവ് കട്ടുകൊണ്ടുപോയി, അതിന് സക്കാത്തുണ്ടോ? അതുപോലെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആൻഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, അങ്ങനെ പരിപാടികളുണ്ടല്ലോ. നമ്മളൊരു ഷോപ്പ് അത് നമ്മൾ വാടകയ്ക്ക് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉടമക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യും, സെക്യൂരിറ്റി. ആ സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന് സക്കാത്തുണ്ടോ ഇല്ലേ? പ്രൊവിഡൻറ്റ് ഫണ്ടുകളുണ്ട്, അതിന് സക്കാത്തുണ്ടോ ഇല്ലേ? അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഷെയർ മാർക്ക്, അതിൻ്റെ സക്കാത്ത് എന്ത്? ഈ ചർച്ചകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. നിങ്ങൾ നല്ല ശ്രദ്ധയോടുകൂടി കേൾക്കുക, മനസ്സിലാക്കുക. ഷാഫി ഫിഖിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഈ ഇൽമു എത്തിച്ചു കൊടുക്കുക. കുറി സംവിധാനം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ ഒരു കുറി സംവിധാനമുണ്ട്. അതായത് ഒരു 10 പേര്, ഫോർ എക്സാമ്പിൾ പറയാം, ഒരു 10 പേര് ചേർന്നിട്ട് എല്ലാ മാസവും 10,000 രൂപ വെക്കുന്നു. അപ്പൊ ഈ 10 മാസവും നറുക്കെടുക്കും. ഒന്നാമത്തെ മാസം നറുക്കെടുക്കുന്നു, അതിൽ 10 ഒരാൾക്ക് അടിക്കുന്നു. എന്ത് ചെയ്യുന്നു? ഈ ഫണ്ട് 10 പേരുടെ 10,000 ആണെങ്കിൽ 1,00,000 രൂപ അയാൾക്ക് കൊടുക്കുന്നു. ഇനി രണ്ടാമത്തെ മാസം അടുത്താക്ക് കൊടുക്കുന്നു. മൂന്നാമത്തെ മാസം മൂന്നാമത്തെ നറുക്ക് കിട്ടുന്ന ആൾക്ക് കൊടുക്കുന്നു. ഇങ്ങനെ കൊടുത്ത് ആദ്യം കുറി അടിക്കുന്നവർക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. കാരണം അവർ കുറി അടിച്ച പൈസ അവർ ചെലവാക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒന്നാമത്തെ മാസം എനിക്ക് 1,00,000 രൂപ കുറി അടിച്ചു, ഞാൻ അത് ചെലവാക്കാതെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞാൽ ഞാൻ സക്കാത്ത് കൊടുക്കണം, നിർബന്ധമാണ്. കാരണം ഇതെന്റെ പൈസയാണ്, ഞാൻ എന്ത് ചെയ്യണം? കൊല്ലം കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കണം. അതേസമയം സാധാരണ നമ്മൾ പെട്ടെന്ന് കുറി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് എന്തെങ്കിലും കാര്യത്തിന് ചെലവാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് എന്തില്ല? സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അതേസമയം ഒന്നാമത്തെ മാസം ഒരാൾക്ക് എന്ത് ചെയ്തു? കുറി അടിച്ചു. രണ്ടാമത്തെ മാസം കഴിഞ്ഞ് അങ്ങനെ പോയി 10ാമത്തെ മാസമാണ് ഒരാൾക്ക് കുറി അടിക്കുന്നത്. സ്വാഭാവികമാണ്, അതിൽ 10ാമത്തെ ആൾക്ക് അവസാനത്തെ കുറി അടിക്കല്ലോ, അവന് സക്കാത്ത് നിർബന്ധമുണ്ടോ? 10ാമത്തെ മാസമായിട്ടേ ഉള്ളൂ, അപ്പൊ സക്കാത്ത് എന്തില്ല? നിർബന്ധമില്ല. അപ്പൊ സക്കാത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യം, ഒന്ന് കണക്കെത്തണം, 2 കൊല്ലം തികയണം. അപ്പൊ 10 മാസത്തെ കുറിയാണെങ്കിൽ സക്കാത്ത് നിർബന്ധമില്ല. മനസ്സിലായല്ലോ? ഇനി 20 മാസത്തെ കുറിയാണ്. മിക്ക നാടുകളിലും ഇങ്ങനെ ലോങ് ടേം കുറികളുണ്ട്. 20 മാസത്തെ കുറിയാണെന്ന് സങ്കല്പിക്കും. 20 മാസത്തെ കുറി അങ്ങനെ ആണെങ്കിൽ തികഞ്ഞു. അപ്പൊ കുറിക്ക് ആദ്യത്തെ 10 മാസത്തെ അടവിന്റെ ആളുകൾക്ക്, 11 മാസം വരെയുള്ള അടവിന്റെ ആളുകൾക്ക് എന്തില്ല? കുറി നിർബന്ധമല്ല. കാരണം ഒരു കൊല്ലം തികഞ്ഞിട്ടില്ല. അതിനുശേഷമാണ് കുറി അടിക്കുന്നതെങ്കിൽ അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഇത് പ്രത്യേകം. ഇനി ഒരാൾ തൻ്റെ വരുമാനത്തിൽ നിന്നും ഓരോ മാസവും ഒരു നിശ്ചിത സംഖ്യ, ഒരു ബാക്ക് ഫണ്ട് പോലെ നമ്മൾ എന്ത് ചെയ്യും? ചില സ്ഥലത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. അത് പലിശ കിട്ടാനോ ലാഭം കിട്ടാനോ അങ്ങനെ ഒന്നുമല്ല. നമ്മൾ എന്ത് ചെയ്തു? എൻ്റെ വരുമാനത്തിൽ നിങ്ങളൊക്കെ മാസത്തിൽ 10,000, 5,000, 50,000 ശമ്പളം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 2,000, 3,000 അല്ലെങ്കിൽ 1,000 രൂപയോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെ മാസം ഇൻവെസ്റ്റ് ചെയ്തത് ആ ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം, ഒരു 1,000 രൂപ അല്ലെങ്കിൽ ഒരു 5,000 രൂപ ഒരു മാസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. അടുത്ത മാസം 5,000 ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് 595 ഗ്രാം വെള്ളിക്ക് സമാനമായ പൈസ എത്തി. 8ാമത്തെ മാസമാകുമ്പോൾ 40,000 ആവും, 9ാമത്തെ മാസമാകുമ്പോൾ 45,000 ആവും, 10ാമത്തെ മാസം 50 ആവും, 12ാമത്തെ മാസം 60,000 ആവും. 12ാമത്തെ മാസം സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? കൊടുക്കേണ്ടതില്ല. കാരണം ഒന്നാമത്തെ മാസം 5,000 രൂപയേ ഉള്ളൂ, അത് 595 ഗ്രാം വെള്ളിക്ക് സമാനമായിട്ടില്ല. രണ്ടാമത്തെ മാസം കൊടുത്തത്. അങ്ങനെ പോയി 7ാമത്തെ മാസം എത്തിയപ്പോഴാണ് 35,000 ആയത്. അങ്ങനാണെങ്കിൽ 7ാമത്തെ ആ മാസം മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് 12 മാസം കഴിഞ്ഞാൽ അപ്പൊ എത്രയാണോ നിങ്ങളുടെ പൈസ അവിടെ ഉള്ളത്, അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒറ്റ വാക്കിൽ ഇത് ഫിഖ്ഹിന്റെ മസലകളായതുകൊണ്ട് ഒറ്റ കേൾക്കൽ തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു എക്സാമ്പിളൂടെ പറഞ്ഞുതരാം. നിങ്ങൾ എന്ത് ചെയ്തു? എല്ലാ മാസവും ഒരു 2,000 രൂപ വെച്ചിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോസ്റ്റ് ബാങ്കുകൾ പരിപാടികളൊക്കെ ഉണ്ട്, ഇന്ത്യൻ പോസ്റ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, സഞ്ജയിക ഡെപ്പോസിറ്റ്. അപ്പോൾ സഞ്ജയിക ഫോർ എക്സാമ്പിൾ ചെറുതായിട്ട് നമ്മൾ പറയാം, എല്ലാ മാസവും 2,000 രൂപ വെച്ചിട്ട് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യും. ഒരു കൊല്ലം കഴിഞ്ഞാൽ 24,000 രൂപ ആയിട്ടേ ഉള്ളൂ. സക്കാത്ത് കൊടുക്കണോ? വേണ്ട. അതേസമയം വെള്ളിയുടെ വില അങ്ങോട്ട് കുത്തനെ താന്നു. അപ്പോൾ 20,000 രൂപയാണ് 595 ഗ്രാം വെള്ളിക്കെങ്കിൽ അപ്പോൾ സക്കാത്ത് ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു കൊല്ലം തികഞ്ഞാൽ, ഇനി നിങ്ങൾ എല്ലാ മാസവും 10,000 വെച്ച് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ 4ാമത്തെ മാസം 40,000 ആയി. അത് 595 ഗ്രാം വെള്ളിയുടെ പൈസ ആയല്ലോ. അപ്പോൾ ആ 4ാമത്തെ മാസം മുതൽ അങ്ങോട്ട് 12 മാസം കണക്കൂട്ടിയിട്ട് 12 മാസം കഴിഞ്ഞതിന് ശേഷം അതിന്റെ 2.5% നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. അപ്പോൾ കുറിയുടെ സക്കാത്ത് മനസ്സിലായി. അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് നമ്മളിങ്ങനെ ഫിക്സഡ് ആയിട്ട് അവിടെ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് ഒരു 10 കൊല്ലം കഴിയുമ്പോൾ തിരിച്ചെടുക്കുന്ന, 5 കൊല്ലം കഴിഞ്ഞ് തിരിച്ചെടുക്കുന്ന തരത്തിലുള്ള ഡെപ്പോസിറ്റിന്റെ സക്കാത്തും മനസ്സിലായി. മൂന്നാമത് നമ്മൾ മനസ്സിലാക്കിയത് കളവ് പോയ പൈസ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10 ലക്ഷം ഒരാൾ കട്ടുകൊണ്ട് പോയി. അതിന്റെ മസല എന്ത്? അതായത് മുഹറം 1 നിങ്ങളുടെ വീട്ടിൽ നിന്നും 1,00,000 രൂപ കള്ളം കട്ടുകൊണ്ടുപോയി. നിങ്ങളുടെ വീട്ടിൽ നിന്ന് 1,00,000 രൂപ കള്ളം കട്ടുകൊണ്ടുപോയി. 5 വർഷം കഴിഞ്ഞിട്ട്
കള്ളനെ പിടികൂടി 1 ലക്ഷം തിരിച്ചു കിട്ടി. അപ്പൊ സക്കാത്ത് കൊടുക്കണോ വേണ്ടേ? കൊടുക്കണം. കാരണം മുഹറം 1 കട്ടോണ്ട് പോയത്, 5 കൊല്ലം കഴിഞ്ഞാണ് തിരിച്ചു കിട്ടിയത്. ആ മുഹറം 1 മുതൽ അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. മുഹറം 1 മുതൽ അങ്ങോട്ടേക്ക് 1 കൊല്ലം കഴിഞ്ഞാൽ 2.5% പോയി, അടുത്തൊരു കൊല്ലം കഴിഞ്ഞാൽ അതിന്റെ 2.5% പോയി. ഇങ്ങനെ 5 വർഷത്തെ ശതമാനം കണക്കാക്കി കൊടുക്കണം. ഇവിടെ സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. 1 ലക്ഷമാണ് കട്ടോണ്ട് പോയത്. എത്ര ലക്ഷം? 1 ലക്ഷം മുഹറം 1. അപ്പോൾ 5 കൊല്ലം കഴിഞ്ഞിട്ട് ആളെ തിരിച്ചു കിട്ടിയല്ലോ. പൈസയും തിരിച്ചു കിട്ടി, ആളെ കിട്ടിയിട്ട് കാര്യമില്ല, പൈസ കിട്ടണം. അപ്പൊ നിങ്ങൾ മുഹറം 1 മുതൽ അടുത്ത മുഹറം 1 വരെയുള്ള 1 കൊല്ലത്തെ സക്കാത്ത് 2.5%. 1 ലക്ഷം രൂപയുടെ 2.5% എന്ന് പറഞ്ഞാൽ 2500 രൂപ നമ്മൾ കൊടുത്തു. പിന്നെ അടുത്ത കൊല്ലത്തെ 2.5% 1 ലക്ഷത്തിൻ്റെതല്ല കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാരണം 1 ലക്ഷത്തിന്റെ 2.5% നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്രയായി നമ്മുടെ കയ്യിലുള്ള തുക? 97,500. അപ്പോൾ അടുത്ത കൊല്ലത്തെ നമ്മൾ 2.5% കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 1 ലക്ഷത്തിൻ്റെതല്ല, 97,500ൻ്റെതാണ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു തുക കിട്ടും. ആ തുക ഇത് നമ്മൾ മൈനസ് ചെയ്ത്, അതാണ് 3ാമത്തെ കൊല്ലത്തിന്റെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കൊടുത്ത സംഖ്യ എന്ത് ചെയ്യണം? ആ 2.5% മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? അടുത്ത കൊല്ലത്തത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേമാതിരി നമ്മളത് റോഡ് സൈഡിൽ നിന്ന് നമ്മളെ ബാഗ്, പണമടങ്ങിയ ബാഗ് ഒരാൾ കട്ടോണ്ട് പോയി. അതിൽ 5 ലക്ഷം ഉണ്ടായിരുന്നു. അതായത് സക്കാത്തിന്റെ കണക്ക് എത്തിയ പൈസ ഉണ്ടായിരുന്നു. 3 കൊല്ലം കഴിഞ്ഞിട്ട് ആളെ കള്ളനെ തിരിച്ചു കിട്ടുന്നു. പൈസ കിട്ടിയാൽ ഈ 3 കൊല്ലത്തെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം, കിട്ടിയാൽ കൊടുത്താൽ മതി. നിങ്ങളെ വീട്ടിൽ നിന്ന് 1 കോടി രൂപ ഒരാൾ കട്ടോണ്ട് പോയി, എല്ലാ കൊല്ലവും സക്കാത്ത് കൊടുക്കാൻ നിന്നാൽ അതിനെ സമയം ഉണ്ടാവും. അപ്പോൾ ഈ 1 കോടി രൂപ തിരിച്ചു കിട്ടിയെങ്കിൽ മാത്രം, അതും 1 കൊല്ലം തികഞ്ഞിട്ടതിന് ശേഷമാണ് തിരിച്ചു കിട്ടിയതെങ്കിൽ ആ കൊല്ലത്തെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. നിങ്ങൾക്ക് സിമ്പിളായ ഭാഷയിൽ മനസ്സിലാകാനാണ് ഇങ്ങനെ ലളിതമായ എക്സാമ്പിൾ വെച്ച് പറയുന്നത്. ഇനി 4ാമത്തെ സാധനം, സെക്യൂരിറ്റി ഫണ്ട്. ഇതിന്റെ സക്കാത്ത് എന്താണ്? നമ്മളൊരു ഷോപ്പ് വാടകയ്ക്ക് എടുത്തു, നമ്മൾ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷോപ്പ് വാടകയ്ക്ക് എടുക്കുമ്പോൾ നമ്മൾ കച്ചവടക്കാർക്ക്, അതിന്റെ യഥാർത്ഥ മുതലാളിക്ക്, ആ ബിൽഡിംഗ് ഓണർക്ക് നമ്മൾ എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ പറയാണ്, നമ്മളൊരു കട തുടങ്ങി. ആ കടയുടമക്ക്, വാടകൻ്റെതല്ല കേട്ടോ, വാടക വേറെ വിഷയം. നമ്മൾ എന്ത് ചെയ്തു? 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് കൊടുത്തു. ആ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ നമ്മുടെ പൈസയാണ്. ആ ഡെപ്പോസിറ്റ് മേടിച്ച ആൾ എന്ത് ചെയ്യേണ്ടതില്ല? സക്കാത്ത് കൊടുക്കേണ്ടതില്ല. കാരണം അയാളെ പൈസ അല്ലല്ലോ, നമ്മുടെ പൈസയാണത്. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പൈസ എന്ന് വെച്ചാൽ 3 കൊല്ലം കൂടുമ്പോൾ ഞാൻ കട മതിയാക്കിയിട്ട് ഞാൻ എൻ്റെ പാട്ടിന് പോവുകയാണെങ്കിൽ കട ഉടമൻ്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യും? ആ പൈസ ഞാൻ മേടിക്കും. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി സാധാരണഗതിയിൽ. അതിൻ്റെ അടുത്ത് വാടക പെൻഡിങ് ആയാലും ഇത് പിടിക്കുന്നതൊക്കെ വേറെ മസലയാണ്. നോർമൽ കേസാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് ഞാനൊരു കച്ചവടം സ്റ്റാർട്ട് ചെയ്തു. ആ കച്ചവടം ബിൽഡിംഗ് വേറെ ആളുടെ. അപ്പൊ അയാൾക്ക് ഞാൻ 1 ലക്ഷം രൂപ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തു. 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കച്ചവടം പൊട്ടിപ്പാളീസായി, അല്ലെങ്കിൽ കച്ചവടം ഞാൻ അത് വേറൊരു സ്ഥലത്തേക്ക് പറിച്ചു നട്ടു. ആ ബിൽഡിംഗ് ഞാൻ ഒഴിഞ്ഞു കൊടുത്തു. മനസ്സിലായല്ലോ? ഞാൻ കച്ചവടം ചെയ്ത ആ ബിൽഡിംഗിൽ നിന്ന് ഞാൻ മാറി വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പോകുന്നതെങ്കിൽ ഞാൻ മുതലാളിൻ്റെ അടുത്ത് പോയിട്ട് പറയും, എൻ്റെ ആ 1 ലക്ഷം ഡെപ്പോസിറ്റ് തിരിച്ചു തരണം. അപ്പോൾ ആ 1 ലക്ഷത്തിന്റെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ശ്രദ്ധിക്കുക, മിക്ക ആളുകൾക്കും അറിഞ്ഞുകൂടാത്തതാണ്. അതിന്റെ സക്കാത്ത് കൊടുക്കൽ ദീനിൽ നിർബന്ധമാണ്. അപ്പൊ ഡെപ്പോസിറ്റ് തിരിച്ചു വാങ്ങിയിട്ട് ഓടുന്നതിന് പകരം അതിന് 2 കൊല്ലത്തെ സക്കാത്ത് എന്ത് ചെയ്യണം? കൊടുക്കണം. ഇനി ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത 10,000 രൂപ ഡെപ്പോസിറ്റ് 100 കൊല്ലം കഴിഞ്ഞാലും സക്കാത്ത് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? 10,000 രൂപ 595 ഗ്രാം വെള്ളിക്ക് സമാനമല്ല. ഇന്നത്തെ കണക്കനുസരിച്ചാണ്. ഇനി വെള്ളിന്റെ വില അങ്ങോട്ട് കുറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സക്കാത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളിയുടെ കണക്കെത്തും വേണം, കൊല്ലം തികയും വേണം. 12,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. 5 കൊല്ലം കഴിഞ്ഞ് ഞാൻ ഷോപ്പ് ഉപേക്ഷിച്ചു. തിരിച്ചു വരുമ്പോൾ മുതലാളിന്റെ കയ്യിൽ 12,000 തന്നു. 5 കൊല്ലത്ത് സക്കാത്ത് കൊടുക്കണോ? വേണ്ട. കാരണം 12,000 രൂപ എന്നത് 595 ഗ്രാം വെള്ളിയുടെ പൈസയേക്കാൾ ചെറിയ പൈസയാണ്. അപ്പൊ കണക്കെത്തിയിട്ടില്ല. കൊല്ലം തികഞ്ഞിട്ടുണ്ട്, പക്ഷെ കണക്കെത്തിയിട്ടില്ല. അപ്പൊ ഈ രണ്ടും എത്തുന്ന സമയത്താണ് ഈ രംഗത്ത് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇനി സർക്കാർ ജീവനക്കാരുടേതൊക്കെ ഒരു സംഖ്യ സർക്കാർ പിടിച്ചു വെക്കാറുണ്ട്. ഇപ്പോ എല്ലാ മാസവും 1000 രൂപയാണ് സർക്കാർ, അല്ലെങ്കിൽ 2000 രൂപ സർക്കാർ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നു സങ്കല്പിക്കും. അതിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതും തിരിച്ചു കിട്ടാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന ഒരു സംഗതിയുണ്ട്. ടെർമിന്റെ സമയത്ത് വരുന്ന സമയത്തൊക്കെ ഒരു വലിയ ഫണ്ട് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ സർക്കാർ നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വെക്കുന്ന പൈസ, ആ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന പൈസ ആണെങ്കിൽ അത് ഈ കണക്കെത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ടൊരു കൊല്ലം കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ 5000 രൂപയാണ് സർക്കാർ ഒരു മാസം നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുന്നത്. ഈ 5000 നിങ്ങൾക്ക് തിരിച്ചു തരും എന്ന് സങ്കല്പിക്കും. അല്ലെങ്കിൽ തിരിച്ചു തരുന്നത് എത്രയാണ് നിങ്ങൾക്ക് അറിയാലോ, കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു മാസം 5000 പിടിച്ചു. സക്കാത്ത് കൊടുക്കണോ? വേണ്ട. കൊല്ലം തികഞ്ഞിട്ടില്ല, കണക്കെത്തിയിട്ടില്ല. 35,000 രൂപ താൻ എത്ര മാസം പിടിക്കണം സർക്കാർ? 7 മാസം. 7 മാസം സർക്കാർ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്നും 5000 രൂപ അവിടെ പിടിച്ചു വെക്കുന്നു. 35,000 ആയി. ആ 7ാം മാസം മുതൽ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് 12 മാസം കഴിഞ്ഞാൽ, 7ാമത്തെ മാസം മുതൽ അങ്ങോട്ട് 12 മാസം കഴിഞ്ഞാൽ, 7ാമത്തെ മാസം മുതലാണ് കണക്കൂട്ടുക, അല്ലാതെ ആദ്യം 1ാമത്തെ മാസം മുതലല്ല. 35,000 തികഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു കൊല്ലം തികഞ്ഞാൽ അത് എത്രയാണോ പൈസ, അതിൻ്റെ 2.5% ആ കൊല്ലം സക്കാത്ത് വീട്ടൽ നിർബന്ധമാണ്. അതേമാതിരി അടുത്ത കൊല്ലം പിന്നെയും കാൽക്കുലേറ്റ് ചെയ്തിട്ട് 2.5% കൊടുക്കണം. അത് നിങ്ങളുടെ പൈസയല്ല, അത് പ്രത്യേകം മനസ്സിലാക്കും. ഇങ്ങനെ സക്കാത്ത് കൊടുക്കാതെ നീട്ടി കൂട്ടി വെച്ച് അവസാനം
വിരമിക്കുന്ന സമയത്ത് 10-20 ലക്ഷം റുപ്യ തിരിച്ചു കിട്ടും. അത് അങ്ങനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബില്ലടച്ച തിരിച്ചു കിട്ടി 20 ലക്ഷം അല്ലെങ്കിൽ 18 ലക്ഷം 15 ലക്ഷം ഓരോരുത്തരുടെ കണക്കനുസരിച്ച്. ആ പൈസ ഉപയോഗപ്പെട്ടിട്ടില്ല. അത് ഇപ്പോൾ അടുത്തൊരാൾ എന്നോട് സങ്കടം പറഞ്ഞു, ഉസ്താദെ എനിക്കങ്ങനെ വിരമിക്കുന്ന സമയത്ത് കിട്ടിയ പൈസ വലിയൊരു എമൗണ്ട് കിട്ടി, ഞാൻ അങ്ങനെ തന്നെ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ഒരു മണി ചെയിൻ MLM, യഥാർത്ഥ MLM-ലല്ല, ഒരു മണി ചെയിൻ കമ്പനിയിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തു. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, 6-ാമത്തെ ദിവസം കമ്പനി പൂട്ടിപ്പോയി. 20 ലക്ഷം അത്ര സംഖ്യ പറഞ്ഞ പൈസ മുഴുവനും പോയി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധാക്കിയ സക്കാത്ത് കൊടുക്കാതെ നമ്മളിങ്ങനെ മാറ്റിവെച്ചാൽ ഇത് മൊത്തം പോവും. അതിനാണ് സമ്പത്തിൽ ബറക്കത്ത് വേണം, മരിക്കുന്നവരെ സമാധാനമല്ലേ വേണ്ടത്. ഓരോ കൊല്ലവും നമ്മൾ ഇങ്ങനെ കുമിഞ്ഞും കൂടിയ പൈസ ഉണ്ടായി ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് കളയുന്ന അവസ്ഥയാണ് ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കണക്കനുസരിച്ച് എന്ത് ചെയ്യുക, പാവങ്ങളായ ആളുകൾക്ക് അത് കൊടുക്കുക. വിശുദ്ധ ഇസ്ലാമിൽ ഏറ്റവും മനോഹരമായ സൗന്ദര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഫണ്ടുകളുടെ സക്കാത്തിനെ പറ്റിയും പറഞ്ഞു, ശ്രദ്ധിക്കുക. നമ്മളൊരു ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. ആ ഷെയറും നമുക്ക് കിട്ടുന്ന ലാഭവിഹിതവും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ പറയുന്ന സക്കാത്തിൻ്റെ കണക്ക് 595 ഗ്രാം വെള്ളിയുടെ കണക്കനുസരിച്ചുള്ള ഒരു പൈസ മൂല്യം നമുക്കുണ്ടെങ്കിൽ പിറ്റേന്ന് തന്നെ പോയി സക്കാത്ത് കൊടുക്കണ്ട, ഒരു കൊല്ലം തികഞ്ഞാൽ സക്കാത്ത് കൊടുക്കണം. ഞാൻ എന്ത് ചെയ്തു, ഒരു കമ്പനിയിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ എക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു 30,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ഈ കമ്പനിയുടെ വാല്യൂ കൂടുകയും എൻ്റെ ലാഭം, എൻ്റെ ഷെയറിന് സ്വാഭാവികമായിട്ട് ലാഭം കിട്ടുമല്ലോ, ലാഭവിഹിതം, ഇതൊക്കെ കിട്ടി കണക്കൂട്ടി നോക്കുമ്പോൾ എൻ്റെ ഷെയറിൻ്റെ വാല്യൂ അല്ലെങ്കിൽ എൻ്റെ ലാഭവും രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 595 ഗ്രാം വെള്ളിയുടെ കണക്കെത്തി. 4-ാമത്തെ മാസം എത്തിയത്. 1-ാമത്തെ ദിവസം ഞാൻ 30 ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ, അത് സക്കാത്തിൻ്റെ കണക്കനുസരിച്ചെത്തി. അങ്ങനെയാണെങ്കിൽ ഈ 4-ാം മാസം മുതൽ ഒരു കൊല്ലം കഴിഞ്ഞാൽ ആ കണക്ക് അവിടെ ഉണ്ടാവണം. അത്ര ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സക്കാത്ത് കൊടുക്കൽ നിർബന്ധം. മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലൊക്കെ കാർക്കശ്യം പുലർത്തുന്ന നന്മയുള്ളവരാക്കിയ നമ്മളല്ലാഹു മാറ്റണം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അർത്ഥത്തിലുള്ള എററുകൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അള്ളാഹു നമ്മുടെ ഇൽമുകളിൽ ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ.